റത്താംപുരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ആദിത്യ പക്കവട വിറ്റുകൊണ്ടിരുന്നു. അത് മഴക്കാലമായിരുന്നു. എല്ലാ ജനങ്ങളും ആദിത്യയുടെ കടയിൽ വന്ന് പക്കവട കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിൽ വളരെ ശക്തമായി മഴ പെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ആദിത്യയുടെ കടയിലേക്ക് വന്നു. ആദിത്യ, ഒന്ന് വേഗം തന്നെ കട പൂട്ടിക്കോ, പിന്നെ വേഗം പുറപ്പെട്ടോളൂ. ഗ്രാമത്തില് വെള്ളപ്പൊക്കം വരാൻ പോകുന്നുണ്ട്. എന്ത് സത്യമാണോ? അതെ, സത്യമാണ്. വേഗം തന്നെ പുറപ്പെട്ടോ. ആദിത്യ തന്റെ കടയും പൂട്ടി ആ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഗ്രാമത്തിൽ ശക്തമായ മഴ കാരണം വെള്ളപ്പൊക്കവും ഉണ്ടായി. മനോജിന്റെ പാടം ഒഴികെ ബാക്കിയുള്ള പാടങ്ങളിലെ കൃഷിയെല്ലാം നശിച്ചുപോയി. ഗ്രാമത്തിൽ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ കൃഷിയെല്ലാം നശിച്ചുപോയി മഴ കൊണ്ട്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭക്ഷണ സാധനം എൻ്റെ അടുത്ത് അങ്ങ് വാങ്ങിയേക്കാം. കാരണം എൻ്റെ വയൽ മാത്രമാണ് ഈ വെള്ളപ്പൊക്കത്തിലൊന്നും സംഭവിക്കാത്തത്. ആദിത്യ തന്റെ പക്കവട കടയും വീണ്ടും ഗ്രാമത്തിൽ തുറന്നു. പക്ഷേ പക്കവട ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികളൊന്നും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ മനോജിന്റെ കടയിലേക്ക് പച്ചക്കറി വാങ്ങാൻ പോയി. മനോജ് ചേട്ടാ, 3 കിലോ ഉള്ളി തരാൻ പറ്റുമോ? പിന്നെ ഉള്ളിയുടെ വില എന്താണ്? 1 കിലോ ഉള്ളി ഇപ്പോൾ 70 റുപ്യാണ് പോകുന്നത്. എന്ത്, 70 റുപ്യയോ? അതും 1 കിലോ കാണോ? മനോജ് ചേട്ടാ, ഇത് വളരെ തെറ്റാണ്. ഗ്രാമത്തിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ജനങ്ങളടുത്ത് കഴിക്കാൻ പോലും ആരടുത്ത് കാശില്ല. പിന്നെ അവരുടെ വയൽ മഴയോണ്ട് നശിച്ചു പോയി. അവരുടെ വരുമാനം തന്നെ ആ വയലാണ്. ഈ നേരത്തിൽ നിങ്ങൾ അവരെ സഹായിക്കാണ്ട് നിങ്ങൾ അവരിങ്ങനെ ദ്രോഹിക്കുകയാണോ? എടാ ആദിത്യ, നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. നിനക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. പിന്നെ നീ എന്തിനെങ്ങനെ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? തെറ്റ്, ഇത് വളരെ തെറ്റ് തന്നെയാണ് മനോജ്. ആദിത്യ ഗ്രാമവാസികളുടെ പാടം നശിച്ചു പോയത് കണ്ട് അവരോട് പറഞ്ഞു, ഒരു സമയത്തിൽ ഇവരുടെ എല്ലാവരുടെ ജീവിതം വളരെ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊക്കെ വല്ലാതെ എല്ലാവർക്കും ഒരു കഷ്ടകാലമായിപ്പോയല്ലോ. 1 വർഷം കഷ്ടപ്പെട്ടത് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് നശിച്ചു പോയല്ലോ. ഗ്രാമത്തിൽ എല്ലാവർക്കും വിശപ്പും കൂടിയിട്ടുണ്ട്. ജനങ്ങൾക്കാണ് സൂക്കേടും വരുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും പോലെ തന്നെ ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ട് ആദിത്യ വളരെ നിരാശനായിരുന്നു. അപ്പോൾ ആ നശിച്ച പാടത്തിനകരെ ഒരു തിളങ്ങിയ രൂപത്തിൽ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഞാനാണ് സമുദ്രത്തിന്റെ രാജാവ്. ഈ ഗ്രാമത്തിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ലേ? അതിനുള്ള കാരണം ഞാൻ തന്നെയാണ്. എന്നോട് ക്ഷമിക്കണം മകനെ. മഴ അതിനെക്കാട്ട് അളവായിട്ട് പെയ്യുമ്പോൾ തന്നെ എന്റെ സമുദ്രത്തിന്റെ കര വന്നിട്ട് അതേ സമയത്തിൽ എനിക്ക് സമനിലയായിട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ വെള്ളപ്പൊക്കം വന്നത്. ഇന്ന് ഗ്രാമജനങ്ങൾക്ക് കഴിക്കാൻ പോലും ഒരു ഭക്ഷണവും ഇല്ല. പിന്നെ എന്നെ കൊണ്ട് അവർക്ക് ഞാൻ ഒന്നും സഹായം ചെയ്തിട്ടില്ല. ഞാൻ എന്റെ തെറ്റ് ശരി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പറയൂ, നീ എന്തിനു വേണ്ടിയാണ് ഈ ഗ്രാമജനങ്ങളെ സഹായിക്കണമെന്ന് വിചാരിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതം ഒറ്റയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഗ്രാമത്തെ ജനങ്ങളല്ലാതെ എനിക്ക് വേറെ ആരും ഇവിടെ ഇല്ല. ഈ ഗ്രാമത്തെ ജനങ്ങളാണ് എൻ്റെ കുടുംബം. എനിക്ക് അറിയാം ആദിത്യ, നീ പക്കോടയല്ലേ വിൽക്കുന്നത്. ആദിത്യ, ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ പോവുകയാണ്. അത് വെച്ചിട്ട് നീ ഗ്രാമത്തെ ജനങ്ങളെ സഹായിക്കണം. ജനങ്ങളുടെ വയൽ വന്നിട്ട് പഴയതുപോലെ വരുന്നവരെ നീ സഹായിക്കണം. സമുദ്രലോകത്തിലെ രാജാവ് കൈകൾ നിവർത്തി കാണിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടെന്ന് ഒരു കടായി പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ആ കടായി ആദിത്യന്റെ കയ്യിൽ കൊടുത്തു. ഈ കടായി വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? പക്കോട ചെയ്യാൻ വേണ്ടി എണ്ണയും പിന്നെ ഉള്ളിയും ആവശ്യമാണല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പക്കോട വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രാമജനങ്ങളെ രക്ഷിക്കാൻ പറ്റുക? ഇതൊന്നും സാധാരണ കടായല്ല. ഇതിൽ നിനക്ക് എണ്ണേന്റെ ഒരു ആവശ്യം വരില്ല. നീ ഇതിൽ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ ഏതൊരു പച്ചക്കറിന്റെ ആവശ്യവും ഉണ്ടാവില്ല. വെള്ളത്തിൽ അടച്ചിട്ട് വന്ന ആ കല്ല് എടുത്തിട്ട് ഈ കടായിൽ അങ്ങ് ഇട്ടേക്ക്. അത് പക്കോടയായിട്ട് മാറും. ആ കടായിയും എടുത്ത് ആദിത്യ തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് കടായിൽ വെള്ളമൊഴിച്ചു. എന്നിട്ട് അതിനുള്ളിലേക്ക് ഒരു കല്ലെടുത്തിട്ടു. അത്ഭുതം, പെട്ടെന്ന് തന്നെ ആ കല്ലുകൾ പക്കവടയായി മാറി. ഇത് ശരിക്കും പക്കോടയായിട്ട് മാറിയിട്ടുണ്ടല്ലോ. ഞാൻ നാളെ തൊട്ട് ഗ്രാമത്തിൽ പക്കോട വിൽക്കാൻ പോവുകയാണ്. അതും വളരെ കുറഞ്ഞ വിലയിൽ വിൽക്കാൻ പോവുകയാണ്. ആദിത്യ വീണ്ടും ഗ്രാമത്തിൽ പക്കവട വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു മനുഷ്യൻ പക്കവട വാങ്ങാനായി അങ്ങോട്ടേക്ക് വന്നു. എനിക്ക് ഒരു പക്കോട തരും മോനെ. എനിക്ക് വളരെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവളും കുറെ കാലമായിട്ട് ഒന്നും കഴിക്കാതെ ഇരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ സുഖമില്ലാതെ ഇരിക്കുകയാണ്. തരൂ മോനെ, കഴിക്കാൻ കുറച്ച് പക്കോട തരൂ മോനെ.
നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. ഇതിന് നിങ്ങൾ പണം തരാൻ ആവശ്യമില്ല. നിങ്ങളും പിന്നെ നിങ്ങളുടെ മകളെയും വളരെ ശ്രദ്ധയോടെ നോക്കൂ. പിന്നെ ഇത് എടുത്തോളൂ. പിന്നെ ഇത് ഒരു പ്ലേറ്റ് പക്കോട നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെ ആ മനുഷ്യൻ പക്കവട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബലവാനായ പോലെ തോന്നി. അദ്ദേഹത്തിന് പെട്ടെന്ന് ആരോഗ്യം വന്നതുപോലെ തോന്നി. ഇത് ശരിക്കും വളരെ അത്ഭുതമായുള്ള പക്കോട തന്നെയാണ്. ഇത് കഴിച്ച ഉടനെ എന്റെ മുതുകു വേദനയൊക്കെ എല്ലാം പോയല്ലോ. പിന്നെ ഞാൻ വളരെ ബലശാലിയായിട്ട് ഉണരുന്നുണ്ട്. ഇതെല്ലാം വളരെ മായ പക്കോടയാണ്. ഇതെല്ലാം ഞാൻ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് കഴിച്ചാലേ ജനങ്ങളുടെ രോഗങ്ങളൊക്കെ വേഗം മാറിപ്പോവും. ആദിത്യ ആ മനുഷ്യനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അങ്ങനെ വളരെ പതുക്കെ ആളുകൾ എല്ലാവരും പക്കവട കഴിക്കാൻ ആദിത്യയുടെ കടയിലേക്ക് എത്തിച്ചേർന്നു. അതായത് എന്തെങ്കിലും അസുഖമുള്ളവർക്ക് പോലും ആ പക്കവട കഴിച്ചാൽ അസുഖം ഭേദമാകും. ശരിക്കും ഈ പക്കവട എന്തൊരു സ്വാദിഷ്ടമാണ്. എത്ര കഴിക്കുന്നുവോ അത്രയും കുറഞ്ഞു വരുന്നത് പോലെ മനസ്സ് നിറയുന്നേയില്ല. അതെ, വളരെ ശരിയായിട്ടാ പറയുന്നത്. അതുമാത്രമല്ലാതെ ഈ പക്കോട കൊണ്ട് എന്റെ പെണ്ണിന് വളരെ നല്ല സുഖമായിട്ടുണ്ട്. ഞാൻ ആദ്യത്തിന് വളരെ നന്ദി കടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള കഷ്ടമുള്ള നേരത്തിൽ നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി വളരെ സഹായിച്ചിട്ടുണ്ട്. ഗ്രാമത്തിലെ മുക്കിലും മൂലയിലുമെല്ലാം ആദിത്യയുടെ പക്കവടയെ പറ്റി മാത്രമേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കണ്ടും കേട്ടും മനോജിന് അത്രയ്ക്കൊന്നും സുഖിച്ചില്ല. ഇപ്പോഴിവരൊക്കെ എന്താണ് സംഭവിച്ചത്? ആരും വന്നിട്ട് എൻ്റെ അടുത്ത് പച്ചക്കറി വാങ്ങുന്നില്ലല്ലോ. ഇതെല്ലാം ആ ആദിത്യ ഉണ്ടാക്കുന്ന പക്കോട ആണ് കാരണം. പുതിയതായിട്ട് ഒരു വീടും ഒരു ബംഗ്ലാ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ പക്കോട എൻ്റെ ജീവിതം വല്ലാതെ ചതിച്ചു പോയല്ലോ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ. മനോജ് തന്റെ മനസ്സിനുള്ളിൽ ചില സൂത്രപ്പണികളൊക്കെ കണ്ടു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗ്രാമത്തലവൻ എത്തിച്ചേർന്നത്. ഇപ്പോഴെങ്കിലും നീ കുറഞ്ഞ വിലക്ക് ഈ പച്ചക്കറികളൊക്കെ വിൽക്കാൻ നോക്ക് മനോജ്. ഇല്ലെങ്കിൽ നിന്റെ ഈ പുതിയ കട നീ മൂടിയിട്ട് തന്നെ പോയേക്കണം. പിന്നെ നിനക്ക് പുറത്തേക്ക് വരാനും പറ്റില്ല. പിന്നെ നിനക്ക് ഒന്നും നോക്കാനും പറ്റില്ല. ഗ്രാമത്തിന്റെ നേരത്തിന് നേരം എല്ലാം ശരിയായി കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിശപ്പ് തന്നെ നമ്മുടെ ഗ്രാമത്തിൽ ആദ്യത്തെ എല്ലാം ശരിയാക്കി തന്നു. ഞങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മുതലാളി. പക്ഷെ ഈ മായ പക്കോട ആദിത്യ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അവന് സമുദ്ര രാജാവ് ഒരു കടായി തന്നിട്ടുണ്ട്. അതിൽ കല്ല് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പക്കോടായിട്ട് മാറുന്നുണ്ട്. അതുമാത്രമല്ലാതെ അതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമേ വരില്ല. ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ഗ്രാമത്തെ ജനങ്ങളുടെ സമൂഹത്തോടെ ഈ ഗ്രാമത്തിന്റെ പേര് പക്കോട ഗ്രാമം വെക്കാന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ജീവനോടെ വെക്കുന്നത് ഈ പക്കോട തന്നെയല്ലേ. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. അന്ന് രാത്രി ആദിത്യ തന്റെ കട അടയ്ക്കുമ്പോഴേക്കും മനോജ് അങ്ങോട്ടേക്ക് പോയി. ആദിത്യ, ഞാനിപ്പോ എന്താ കണ്ടെന്ന് വെച്ചാൽ ആ സമുദ്രക്കരയിൽ ഒരു പയ്യൻ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നീന്താൻ അറിയേയില്ല. നിനക്ക് നീന്താൻ അറിയില്ല. നീ പോയി രക്ഷിക്കേ. എന്ത്? ശരി, ഞാൻ ഇപ്പൊ തന്നെ പോവാം. ആദിത്യ പെട്ടെന്ന് സമുദ്രത്തിന്റെ സമീപത്തേക്ക് പോയി. മനോജ് തന്നെ പിറുപിറുത്തു. ഇവൻ ശരിക്കും ഒരു വലിയ മണ്ണ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇവന്റെ കടയിൽ പോയിട്ട് ആ കടായി മോഷ്ടിക്കാൻ പോവുകയാണ്. പിന്നെ അതിനുശേഷം ഈ മായ പക്കോട ആരുണ്ടാക്കാൻ നമുക്ക് നോക്കാം. മനോജ് ആ കടായി തന്റെ തലയിലെടുത്ത് പോകുമ്പോൾ അയാൾ വളരെ വലിയ ഒരു പ്രകാശം തന്റെ സമീപത്ത് കണ്ടു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും ആ കടായി നിലത്തേക്ക് വീണു. ഇതെന്താണ് വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവിടെ സമുദ്രത്തിന്റെ രാജാവ് പ്രത്യക്ഷപ്പെട്ടു. നീ ഒന്ന് സമാധാനം നിൽക്കണം. പിന്നെ ഞാൻ നിനക്ക് കാണിക്കുന്ന വളരെ ശ്രദ്ധയോടെ നോക്കൂ. ഒരു കൊച്ചുണ്ടായിരുന്നു. അവൻ കിട്ടാംപൂര ഗ്രാമത്തിൽ ജീവിക്കുകയായിരുന്നു. അന്ന് രാത്രി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവൻ പുറത്തു ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേ, തരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ നോക്കിക്കോളാം. അവൻ ആ വയസ്സായ അമ്മൂമ്മന്റെ സാധനം എടുത്ത് അവരെ വീട് വരെ അവനെടുത്ത് കൊണ്ടുപോയി അവരെ സഹായിക്കുകയും ചെയ്തു. അവൻ്റെ അടുത്ത് കഴിക്കാൻ പോലും ഭക്ഷണം പോലും അവൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. പല കാലങ്ങളായിട്ട് അവൻ സമുദ്രത്തിന്റെ കരയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതും അവനൊന്നും കഴിക്കാതെ തന്നെ. അവനോട് സംസാരിക്കാൻ ആൾക്കാരില്ലെങ്കിൽ അവൻ നായകളോട് പോയി സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ ആ കുട്ടി എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് കുറെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രം കഴിച്ചിട്ട് എങ്ങനെ വയറ് നിറയ്ക്കാൻ പറ്റും? ശരി, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചേർന്ന് ഭക്ഷണം പങ്കെടുത്തോളാം. വെള്ളം മഴ പെയ്യുമ്പോൾ കൂടെ അവൻ്റെ അടുത്തൊരു കുട പോലും ഇല്ല. പക്ഷേ അവൻ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ അതേപോലെ തന്നെ ഗ്രാമീണ ജനങ്ങളെ സഹായിക്കണമെന്ന് വെച്ചാൽ അവൻ എപ്പോഴും അത് പറ്റില്ലെന്ന് അവൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു ദിവസം ഗ്രാമത്തിന്റെ മുതലാളി കണ്ടു, അധികം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഇവിടെ നോക്ക് മോനെ, നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഗ്രാമത്തെ ജനങ്ങൾ കുറെ നിന്നെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഗ്രാമത്തെ ജനങ്ങളെ കുറെ പേർ സഹായിക്കുന്നുണ്ടെന്ന്. എൻ്റെ അടുത്ത് വീടൊന്നും ഇല്ലല്ലോ മുതലാളി, പിന്നെ എനിക്കാണെങ്കിൽ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രാമത്തെ ജനങ്ങളെ സഹായിക്കുന്നത്. നിനക്ക് ആരും ഇല്ലെന്ന് നീ എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? ഞാനുണ്ടല്ലോ. ഞാൻ നിനക്ക് അച്ഛനെ പോലെ തന്നെ നീ വിചാരിച്ചോളൂ. ശരി, നിനക്ക് എന്ത് ഭക്ഷണം ഇഷ്ടമെന്ന് പറയൂ. ശരി, എനിക്ക് ഈ പക്കോട കഴിക്കണമെന്ന് വളരെ ആഗ്രഹമാണ്. ഈ കഥ ആദിത്യൻ്റെയാണ്. അപ്പോഴവൻ്റെ അടുത്ത് ഒന്നുമില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അവൻ ജനങ്ങളെ വേണ്ടി സഹായിക്കാൻ മാത്രമേ അവൻ ഉപയോഗിക്കുള്ളൂ. പക്ഷേ മറ്റൊരു വശത്ത് നിന്റെ അടുത്ത് എല്ലാം ഉണ്ടായിരുന്നു, എന്നിട്ടും നീ ജനങ്ങളെ ആരും സഹായിക്കുന്നേ ഇല്ല. എന്നോട് ക്ഷമിക്കും മഹാരാജാവേ. ഇപ്പോഴെല്ലാവരുടെ വയലിനും നന്മ നടക്കാൻ പോവുകയാണ്. നിന്റെ വയലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി എപ്പോഴൊക്കെ ഈ ഗ്രാമത്തിൽ വെള്ളം വരുന്നുണ്ടോ, നിന്റെ വയലുള്ള എല്ലാ വിളച്ചിലും നശിച്ചു പോകും. പക്ഷേ മറ്റുള്ളവരുടെ വയലൊക്കെ എപ്പോഴും പോലെ തന്നെ നല്ല പശുമയായിട്ടുണ്ടാവും. മനോജ് നിരാശനായി അവിടെ നിന്നും പോയി. ആദിത്യയാണെങ്കിലോ തന്റെ കടയിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് വീണ്ടും പക്കവട വിൽക്കാൻ തുടങ്ങി. പിന്നെ ഗ്രാമത്തലവനോ എല്ലാ ഗ്രാമവാസികളുടെയും സഹകരണത്തോടെ ഗ്രാമത്തിന്റെ പേര് കിത്താംപൂരയിൽ നിന്ന് പക്കോട ഗ്രാമം എന്നാക്കി മാറ്റി.